വയനാടിന് കേന്ദ്ര സഹായമെന്ന ആവശ്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ കേരള എംപിമാർ ആവശ്യമുന്നയിക്കുമ്പോൾ ബിജെപിയുടെ കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരുടെ നിലപാട് ശ്രദ്ധേയമാകുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട് എംപി കനിമൊഴി കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപി എംപിയുടെ കളിയാക്കലിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇങ്ങനെയുള്ള ജനപ്രതിനിധികളിൽ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പ്രതികരിച്ചു. கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா, நீங்க 2 கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. சென்ட்ரல் யூனியன் கவர்மெண்ட் நம்மளை பார்த்து கையை விரிக்கிறாங்க. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു തമിഴ്നാട് തൂത്തുക്കുടി എംപിയായ കന്നിമൊഴിയെ സുരേഷ് ഗോപി പരിഹസിച്ചത്. വിദ്യാഭ്യാസ ജനസംഖ്യാ നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങളിൽ തമിഴ്നാടും കേരളവും കൈവരിച്ച നേട്ടം ചൂണ്ടിക്കാട്ടിയപ്പോൾ സുരേഷ് ഗോപി എംപി 2 കൈകളും മലർത്തി ആംഗ്യഭാഷയിൽ കളിയാക്കി ചിരിക്കുകയായിരുന്നു. കേന്ദ്രവും ഇതേപടിയാണ് കൈമലർത്തുന്നതെന്ന് പ്രതികരിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തമിഴ്നാട് എംപിയും തിരിച്ചടിച്ചു. വയനാട് വിഷയത്തിൽ ഇങ്ങനെയുള്ള ജനപ്രതിനിധികളൊന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. ബിജെപി എംപി കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ എംപി അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ എംപി വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള ബിജെപിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. വയനാട് വിഷയം കേരളത്തിലെ എംപിമാർ നിരവധി തവണ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടും ഇതുവരെ ലോക്സഭയിൽ സുരേഷ് ഗോപി ശബ്ദിച്ചിട്ടില്ല. നേരത്തെ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞ കൈരളി ന്യൂസിനോട് തട്ടിക്കേറിയ സുരേഷ് ഗോപി ധനസഹായത്തിന് സമയമായില്ലെന്നായിരുന്നു മറുപടി നൽകിയത്. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ, ജനങ്ങളോട് പറയും. അത് എൻ്റെ ഇവിടെയുള്ള ഗവൺമെന്റിന്റെ വക്താക്കൾ, നിയോഗിക്കപ്പെട്ട വക്താക്കൾ പറയും. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ദുരന്തം നടന്ന 4 മാസമായിട്ടും 1 രൂപ പോലും ധനസഹായം ലഭിക്കാൻ നടപടി സ്വീകരിക്കാത്ത കേരളത്തിൽ നിന്നുള്ള 2 ബിജെപി അംഗങ്ങൾക്കെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നു കഴിഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.